ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഏട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഞങ്ങളുടെ കണ്ണനെ കാണാനുള്ള യാത്ര കണ്ടാലോ. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, അപ്പോൾ നമ്മളിതാ അമ്പലത്തേക്ക് പുറപ്പെട്ടു. 6 മണിക്കായി നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോൾ കേട്ടോ. നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ്റെ പണി സ്ഥലത്തൊക്കെ പോയി വന്നപ്പോഴേക്കും നേരം വൈകി. പിന്നെ പിള്ളേരുടെ ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും നേരം വൈകി. അപ്പം പിന്നെ കുറച്ച് സമയം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞാനൊട്ടന്നെ അവർക്ക് കഴിഞ്ഞ് നീറ്റു. എന്താ അമ്പലത്തേക്ക് ഏട്ടനോടെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു, കാരണം ഞായറാഴ്ച ആയിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്വാമിമാരൊക്കെ ആയിരുന്നു കൂടുതൽ. അങ്ങനെ ഞങ്ങളിതാ തൊഴുതു, പുറത്ത് നിന്നിട്ട് തൊഴുതു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ നടന്നു. ഗുരുവായൂർക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ്നെസ്സും ഭയങ്കര കൂളായ പോലെയുള്ളൊരു ഇതാണ് നമുക്കപ്പം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. പിന്നെ കുട്ടികളെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം നടന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അവിടെ പോയിട്ട് ആനകളുടെ ഗുരുവായൂർ കേശവൻ്റെ ഒക്കെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് യാനുവിനെയൊക്കെ ഫോട്ടോ എടുത്തു, ഏട്ടനെയൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ അന്വിയൊക്കെയൊക്കെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടൊന്നും അങ്ങനെ ആൾക്കാരങ്ങനെ വരാറില്ല. അപ്പോൾ യാനുവിനൊരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. അവൻ അതിൻ്റെ മുകളിൽ നിന്ന് വിടണില്ല, അവൻ്റെ സൈസിനൊന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. വെഡ്ഡിങ്ങിന് വരുന്നവരൊക്കെ അവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കാണാൻ. ഫോണിൽ നമ്മൾ കാണുന്ന ഷൂട്ട് ചെയ്യണ പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിന് ക്ലിയർ കുറവായതുകൊണ്ടായിട്ട് അങ്ങനെ കാണുന്നത്. നേരിട്ട് മേക്കപ്പും ഡ്രസ്സിങ്ങും ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കടയിൽ കയറി. ഓരോ കടയിലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ്റെ ഒരുപാട് വിഗ്രഹങ്ങൾ, ഡ്രസ്സുകൾ, ചെറിയ മക്കളുടെ പട്ടുപാവാട, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വന്ന് കണ്ടെങ്കിൽ നമുക്ക് എല്ലാം കയറി മേടിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഞാനൊരു കളിപ്പാട്ടും പിന്നെ ഞാൻ ഒരു വാളയും മാലയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. അധികം നേരം നിന്ന് എൻ്റെ പോക്കറ്റിലെ പൈസ മുഴുവൻ ചിലവാണെന്ന് അറിയാറുണ്ട്. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. കാരണം നടന്നൊരു വിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതട്ടെ യാനുവിൻ്റെ തോക്ക് കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് യാനുവിന് മീനിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ പോയി. പിന്നെ കുളത്തിൻ്റെ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങൾ പോയിട്ട് കൈയൊക്കെ കഴുകി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.